മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ എത്തിയതോടെ വടകര ഒരു ഗ്ലാമർ മണ്ഡലമായി മാറി. പക്ഷേ എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നതോടെ വയനാട് ഒരു ദേശീയ തലത്തിൽ തന്നെ ഏറെ നിർണായകമായ ഒരു മണ്ഡലമായി തീരുന്നു. വടകരയിൽ മുരളിയുടെ വരവ് തന്നെ ഇരുകൂട്ടരെയും ഞെട്ടിച്ചിരുന്നു. വടക്കേ മലബാർ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും പോവുകയാണെന്ന സൂചനയാണ് രാഹുൽ വയനാട്ടിലേക്ക് വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. വസന്തം പൊടുന്നനെ വിരുന്നിനെത്തുന്ന അവസ്ഥയിലാണ് കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ. രാഹുൽ വയനാട്ടിലെത്തുമ്പോൾ തീർച്ചയായും പ്രചാരണത്തിന് പ്രിയങ്കയും എത്തും. ശാരീരിക അസ്വസ്ഥതമുണ്ടെങ്കിലും സോണിയയും ഒരു തവണയെങ്കിലും വയനാട്ടിൽ എത്താതിരിക്കില്ല. രാഹുലും പ്രിയങ്കയും ചേർന്ന് കേരളത്തിൽ പ്രചാരണത്തിനിറങ്ങുമ്പോൾ അതിനെ നേരിടാനുള്ള വിഭവശേഷി കണ്ടെത്താൻ CPM ശരിക്കും വിയർക്കും. മുരളിയെ വടകരയിൽ ഇറക്കിയതിന് വെല്ലുന്ന നീക്കമാണ് രാഹുലിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി നടത്തിയിരിക്കുന്നത്. എനിക്ക് ആന്റണിയെയോ വയലാർ രവിയെയോ അല്ല, ആ മൂന്നാമനെയാണ് പേടിയെന്ന് പണ്ട് കരുണാകരൻ പറഞ്ഞത് വെറുതെയായിരുന്നില്ല. എന്നാലും ഇങ്ങനെയൊരു ചതി ഉമ്മൻചാണ്ടി തങ്ങളോട് ചെയ്യേണ്ടിയിരുന്നോ എന്നാണ് പല CPM നേതാക്കളും രഹസ്യമായി ചോദിക്കുന്നത്. സോളാർ വിവാദത്തിൽ ഉമ്മച്ചനെതിരെ കളിച്ച കളികൾ വേണ്ടിയിരുന്നില്ലെന്ന് ചിലപ്പോൾ ഈ നേതാക്കൾ തങ്ങളോട് തന്നെ പറയുന്നുമുണ്ടാവും. കേരളത്തിലെ ജനസംഖ്യയിൽ 46% ന്യൂനപക്ഷങ്ങളെന്നാണ് കണക്കുള്ളത്. ഈ 46% ഒന്നിച്ചു കോൺഗ്രസിനു പിന്നിൽ ഇനിയിപ്പോൾ അണിനിരന്നാൽ അത്ഭുതപ്പെടാനുമില്ല. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണും നട്ട് CPM ഇറക്കിയ വീണ ജോർജിനെ പോലുള്ള സ്ഥാനാർത്ഥികൾ മാനത്ത് നോക്കിയിരിക്കേണ്ടി വരുമെന്നർത്ഥം. അങ്ങ് വടക്കേ അറ്റത്ത് രാജ്മോഹൻ ഉണ്ണിത്താനും പാലക്കാട്ട് VK ശ്രീകണ്ഠനും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനും വരെ വിജയ പ്രതീക്ഷകൾ ഉയരുന്നുവെന്നതും ഈ ഒരൊറ്റ വരവിന്റെ പാർശ്വഫലങ്ങളാണ്. രാഹുൽ എത്തുന്നതോടെ കേരളത്തിൽ കോൺഗ്രസിന് ഫണ്ടില്ലെന്ന പരാതിക്കും പരിഹാരമാവും. പണത്തിന് പണവും ആളിനാളും ഇനിയിപ്പോൾ കോൺഗ്രസിന് പ്രശ്നമേ ആവില്ല. ഇതാദ്യമായാണ് കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുവെന്ന പ്രതീക്ഷകൾ വരുന്നത്. പ്രഖ്യാപിത ശിവഭക്തനായ രാഹുൽ സ്വാഭാവികമായും കോഴിക്കോട്ടെ തളി ക്ഷേത്രത്തിൽ നിന്നും മഹാദേവന്റെ അനുഗ്രഹം തേടിക്കൊണ്ടായിരിക്കും പ്രചാരണത്തിന് തുടക്കം കുറിക്കുക. തുടർന്ന് ഗുരുവായൂരപ്പന്റെ അടുത്തും രാഹുൽ എത്തുമെന്നതിൽ തർക്കമില്ല. ശിവഭക്തനായ രാഹുലിനെ നേരിടാനുള്ള ആയുധങ്ങൾ തൽക്കാലം കേരളത്തിൽ CPMന്റെയോ BJPയുടെയോ ആവനായികളിൽ ഇല്ല. വയനാട്ടിൽ രാഹുലിന് പിന്തുണ നൽകാൻ സുകുമാരൻ നായരോ വെള്ളാപ്പള്ളിയോ രണ്ടാമതൊന്നും ആലോചിക്കാനും ഇടയില്ല. ശിവഭക്തിയും ന്യൂനപക്ഷങ്ങളും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് കേരളത്തിൽ CPMനെയും BJPയെയും കാത്തിരിക്കുന്നത്. അമേഠിയിൽ ഇക്കുറി കോൺഗ്രസിന് ചെറിയൊരു ആശങ്കയുമുണ്ട്. പുൽവാമയ്ക്ക് ശേഷമുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സ്മൃതി ഇറാനിയെ അമേഠിയിൽ നേരിടുന്നത് എത്രമാത്രം സുരക്ഷിതമാണെന്ന ആലോചന കോൺഗ്രസ് ക്യാമ്പിലുണ്ടെന്നാണ് കേൾക്കുന്നത്. വയനാട്ടിലാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയും ഇല്ലാത്ത മണ്ഡലവുമാണ്. രാഹുലിനെ പോലൊരാൾ എത്തുന്നതോടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലവുമാവും. രാഹുലിന്റെ വരവിൽ ഭയമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അതിപ്പോൾ പേടിച്ചിട്ടും കൂടുതലായി എന്തെങ്കിലും CPMന് ഈ വിഷയത്തിൽ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുമില്ല. തിരുവനന്തപുരത്തിനടുത്ത് കന്യാകുമാരിയിലാണ് രാഹുൽ മത്സരിക്കുന്നതെങ്കിൽ CPMും CPIയും അവിടെ രാഹുലിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങേണ്ടി വരും. കാരണം അവിടെ ഇടതുപക്ഷത്തിന്റെ സഖ്യം കോൺഗ്രസ് ഉൾപ്പെടുന്ന DMK മുന്നണിയുമായാണ്. രാഹുൽ വയനാട്ടിൽ തീർക്കുന്ന തരംഗത്തെ പരോക്ഷ ഗുണഭോക്താക്കൾ കോയമ്പത്തൂരിലും മധുരയിലുമൊക്കെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കൂടിയാണ് എന്നതും കാണാതെ പോവരുത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷമസന്ധിയാണ്. ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പടക്കളം ഏറെ മുന്നിട്ടു പോയെന്ന് കരുതിയ ഇടതുമുന്നണി പൊടുന്നനെ വല്ലാത്തൊരു പ്രതിരോധത്തിലേക്ക് പിൻവലിയേണ്ടി വരികയാണ്. ഇക്കുറി കേരളത്തിൽ നിന്നും ആവശ്യത്തിന് MPമാരെ കിട്ടുന്നില്ലെങ്കിൽ ലോക്സഭയിൽ CPMന്റെ കാര്യവും അവതാളത്തിലാവും. CPIക്ക് ആകെ ലോക്സഭയിലുള്ള MP തൃശൂരിൽ നിന്നാണ്. അതും കൈവിട്ടുപോയാൽ CPI വാനപ്രസ്ഥത്തിലേക്ക് നീങ്ങേണ്ടിയും വരും. നഷ്ടപ്പെടാൻ ഏറെയുള്ളത് CPIMനാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വരവിൽ ഏറ്റവും അധികം വിഷമിക്കുന്നതും CPIM ആയിരിക്കും. കാലവും ചരിത്രവും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പെരുമാറുക. സോഷ്യലിസത്തിന്റെ പാതയിലൂടെ ഇന്ദിരാഗാന്ധി നടന്ന അവർക്കൊപ്പം അടിയുറച്ചു നിന്നത് CPI ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്ന PN ഹസറിനെ പോലുള്ളവരായിരുന്നു അന്ന് ഇന്ദിരയുടെ അടുത്ത ഉപദേഷ്ടാക്കൾ. ഇന്നിപ്പോൾ ഇന്ദിരയുടെ പേരുകിടാവ് രാഹുലും ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. അംബാനി അദാനി കുടുംബങ്ങളെ വിമർശിക്കുന്നതിൽ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനേക്കാളും ഒരടി മുന്നിലാണ് രാഹുൽ.
ദേശീയ തലത്തിൽ കോൺഗ്രസിനല്ലാതെ BJP നേരിടാനാവില്ലെന്ന് സീതാറാം യെച്ചൂരി മാത്രമല്ല പ്രകാശ് കാരാട്ടും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് വയനാട്ടിൽ രാഹുൽ എത്തുമ്പോൾ എന്തു രാഷ്ട്രീയം പറഞ്ഞാണ് എതിർക്കുകയെന്ന ചോദ്യം തീർച്ചയായും ഇടതുപക്ഷം അഭിമുഖീകരിക്കുന്നുണ്ട്.